എല്ലാവരും മരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുക. മരണമെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അയാളുടെ അനുഭവത്തിൽ നിന്ന്, അല്ലെങ്കിൽ അയാൾക്ക് അയാളിലുള്ള സെൻസ് നഷ്ടപ്പെടുന്നതിനെയാണ് മരണമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ മറ്റൊരാൾ മരിച്ചെന്ന് കാണുമ്പം അത് എവിടെയാണ് നമ്മുടെ അനുഭവത്തിൽ അത് ഒരിക്കലെങ്കിലും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ഭാഗം പരിശോധിക്കുക. എന്നിട്ട് ഇത്രയും മഹത്തായൊരു ജീവിതം നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജീവനില്ലാത്ത ഒരു അവസ്ഥയെ നമ്മൾ ആഗ്രഹിക്കുന്നതെന്നും പരിശോധിക്കുക. അപ്പോൾ കൃത്യമായിട്ട് കാണാൻ പറ്റും, ഞാൻ വിചാരിച്ച പോണ പോലെ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എൻ്റെ പരിശ്രമം, അല്ലെങ്കിൽ അങ്ങനെ സാധിക്കാത്തത് എൻ്റെ കഴിവുകേടായി ഞാൻ കാണുന്ന ഒരു ഭാഗമുണ്ട്. അത് മാറ്റിയാൽ മതി. കാരണം ഈ ജീവിതം നിരന്തരമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആരോടെങ്കിലും എന്നാ ജനിച്ചതെന്ന് ചോദിച്ചാൽ അവർക്ക് ഒരു 1900 കഥ പറയാനുണ്ടാവും. അതിൻ്റെ മുമ്പേയും അവരുണ്ടായിരുന്നെന്നുള്ള ഒരു സത്യം, ഇതെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. കാരണം ഞാൻ എന്നെപ്പറ്റി പറഞ്ഞാലും, നന്നാക്കി പറഞ്ഞാലും മോശമാക്കി പറഞ്ഞാലും അതെൻ്റെ അഹങ്കാരമാണ്. ഒന്നും പറയാതിരിക്കുമ്പം, അല്ലെങ്കിൽ പറയാതിരിക്കുമ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയുമായിട്ട് ചേരാൻ നിന്നാൽ ഒരു തീരുമാനം എടുക്കാതെ ഈ ഫ്ലോയിൽ നമുക്ക് പോകാൻ പറ്റും. അതുപോലെ അളിയ